അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. റബ്ബി ശ്റഹ് ലീ സദ്രീ വയസ്സിർ ലീ അംരീ ലിവഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനീ യഫ്ഖഹൂ ഖൗലീ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ റബ്ബി സിദ്നാ ഇൽമൻ നാഫിയാ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബ 9-ാമത്തെ അധ്യായമാണ്. അതിൽ 24-ാമത്തെ ഒരായത്ത് ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാബുക്കും വ അബ്നാവുക്കും വ ഇഖ്വാനക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലു ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർളൗനഹാ വ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദി ഫീ സബീലിഹി തറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഖുൽ അറിയിക്കുക നബിയെ, പറഞ്ഞു കൊടുക്കുക, ഇൻ കാന ആബാവുക്കും നിങ്ങളുടെ പിതാക്കൾ നിങ്ങൾക്കായാൽ, അഭിനാവുക്കും നിങ്ങളുടെ പുത്രന്മാർ നിങ്ങൾക്കായാൽ, ഇഹ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങൾക്കായാൽ, അസ്വാജുക്കും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കായാൽ, വാഷീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾക്കായി കഴിഞ്ഞാൽ, വാംവാലിഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും നിങ്ങൾക്കായി കഴിഞ്ഞാൽ, വത്തിജാറത്തിൻ തഖ്ശൗന കസാദഹാ നിങ്ങൾക്ക് മാന്ദ്യം നേരിടുമോ, നിങ്ങൾക്ക് നഷ്ടം നേരിടുമോ എന്ന കച്ചവടവും നിങ്ങൾക്കായി കഴിഞ്ഞാൽ, വ മസാകിനു തർളൗനഹാ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്കായി കഴിഞ്ഞാൽ, മിനല്ലാഹി വ അഹബ്ബ ഇലൈക്കും നിങ്ങൾക്കിഷ്ടപ്പെടുന്നതായാൽ, മിനല്ലാഹി അല്ലാഹുവിനേക്കാളും, വ റസൂലിഹി അല്ലാഹുവിൻ്റെ റസൂലിനേക്കാളും, വ ജിഹാദി ഫീ സബീലിഹി അല്ലാഹുവിൻ്റെ മാർഗനിർദ്ദേശത്തെക്കാളും നിങ്ങൾക്കിഷ്ടപ്പെടുന്നതായാൽ, തറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി അല്ലാഹു എന്താണ് വിധിച്ചിരിക്കുന്നത് എന്നോർത്ത് നിങ്ങൾ ജീവിക്കുക, ആ വിധിയെ നിങ്ങൾ ഓർത്ത് ജീവിക്കണം. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ ധിക്കാരികളായ ജനങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഭൗതികമായ നേട്ടങ്ങൾക്കും ഭൗതികമായ ബന്ധുക്കൾക്കും അല്ലാഹുവിനേക്കാളും അല്ലാഹുവിൻ്റെ റസൂലിനേക്കാളും അല്ലാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളെക്കാളും പ്രാധാന്യമർഹിക്കുന്നവർക്കുള്ള ഒരു കനത്ത താക്കീതാണ് ഈ വചനം. നമ്മൾക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ തന്നാലും പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നു, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ അല്ലാഹു നമുക്ക് തരുന്ന അല്ലാഹു തന്നിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ലാ തുഹ്സുഹ എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് കഴിയുന്ന നമ്മൾക്ക് അല്ലാഹു എന്തെല്ലാം നിഅമത്തുകൾ വാരിക്കോരി തന്നാലും നമ്മൾ അല്ലാഹുവിനെ മറന്ന് ജീവിക്കാൻ പാടില്ല എന്ന് ഈ ഖുർആൻ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന് എപ്പോഴും നമ്മൾ നന്ദി ചെയ്യുന്നവരായി ജീവിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ അഹ്ലുകാരാകുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലരും രോഗികളാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് നമ്മൾ. രോഗം വയ്ക്കുന്നവൻ നീയാണ് നാഥ, രോഗം തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും നീയാണ് നാഥ. ഡോക്ടറെ കൊണ്ടോ മരുന്ന് കൊണ്ടോ സാധിക്കാത്ത സർവ്വരോഗങ്ങളും നീ വിചാരിച്ചാൽ മാറ്റാമല്ലോ റഹ്മാനെ. യാ അല്ലാ, ഞങ്ങൾക്ക് ഈ സംഭാഷണം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഞങ്ങൾക്കെല്ലാവർക്കും അവരുടെ കുടുംബങ്ങളിലും വന്നിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ റഹ്മാനെ. നിൻ്റെ ശിഫയില്ലാതെ മറ്റൊരു ശിഫയില്ല അല്ലാ, നിൻ്റെ ഔഷധമല്ലാതെ മറ്റൊരൗഷധമില്ല റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും രോഗങ്ങളിൽ നിന്നും ശിഫയാക്കി ഈമാനോടുകൂടി മരിക്കുവാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.